ക്ലൈന്റ് ചോദിച്ചു, നമ്മൾ ഇത്രയും ലോങ്ങിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു പ്ലംബേഴ്സിനും ഇലക്ട്രീഷ്യനൊക്കെ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് വരുന്ന സമയത്ത് നമ്മൾ ഇവരെ എങ്ങനെ കാര്യങ്ങൾ സെറ്റാക്കി കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി സാർ എടുത്തേക്ക് പറഞ്ഞത്, നമ്മൾ മെയിൻ്റെനൻസ് വരാനുള്ള ഒരു വർക്കല്ലല്ലോ ചെയ്യണത്, മെയിൻ്റെനൻസ് ഇല്ലാത്ത വർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി ചെയ്ത പിറ്റേ ദിവസം മുതൽ ആളുടെ വീട്ടിൽ മെയിൻ്റെനൻസിന് ആൾ വരണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ പ്ലംബിംഗ് ഒരിക്കലും ഒരു മെയിൻ്റെനൻസ്, പ്ലംബിംഗ് ഇലക്ട്രിക്കലും ഒരു മെയിൻ്റെനൻസ് എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ ആദ്യമേ കണ്ടിട്ട് ചെയ്യേണ്ട കാര്യം, അത് മെയിൻ്റെനൻസ് ഇല്ലാത്ത രീതിയിൽ ചെയ്യാനുള്ള നല്ല വർക്കേഴ്സിനെ കൊണ്ട് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു തലവേദന മാറുന്നില്ല. ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ വർക്കിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു റിസോർട്ടിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടാവും ഇലക്ട്രിക്കലിനെ കുറിച്ച്, പ്ലംബിങ്ങിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ. കുറച്ച് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടു, മറ്റുള്ളതിനെ കുറിച്ച് ആരൊന്നും പറയുന്നില്ല. അപ്പൊ ഇത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്നതാണ്. ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിൽ അത് അങ്ങനെ ഇങ്ങനെ ട്രിപ്പ് ആവുന്നു, അവിടെ വെള്ളം ലീക്ക്, ഇവിടെ വെള്ളം സ്മെല്ല് ഉണ്ടാവുന്നു, അങ്ങനത്തെ പ്രശ്നം. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അതിൽ നമ്മൾ നല്ല ക്വാളിറ്റി വർക്കേഴ്സിന് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരാവുന്ന പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ നല്ല മെറ്റീരിയൽ ഉണ്ടായിട്ട് ലോക്കൽ വർക്കേഴ്സിനെ ഏൽപ്പിച്ചാൽ പ്രശ്നങ്ങളുണ്ടാവും, നല്ല വർക്കേഴ്സ് കിട്ടിയിട്ട് ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. ഇത് രണ്ടും ഈക്വലായിട്ട് പറ്റുന്ന കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏതൊരു പൈപ്പാണെന്നുണ്ടെങ്കിലും രണ്ട് ലെവലായിരിക്കും. ജസ്റ്റ് ഒരു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിന് ഇത് ഒന്ന് നമ്മളൊന്ന് പരിശോധിച്ചു ഒരു തടസ്സം പോലും ഇല്ല. ഞാൻ കാണിച്ചത് ലൈവ് കാണിച്ചത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു 2000 എത്ര സ്ക്വയർ ഫീറ്റ് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ റിസോർട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്ലംബിങ്ങിന് വേണ്ടി നമ്മൾ മാനുഫാക്ചർ ചെയ്ത പ്ലംബിംഗ് വേറെ കെമിക്കൽസ് ഒന്നുമില്ല. നല്ല ഹീറ്റ് ആക്കിയിട്ട് നമ്മൾ ഫാക്ടറിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ വെൽഡ് ചെയ്യാണ് ഇതൊക്കെ ടെക്നിക്കലായിട്ട് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് ശരിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ പ്ലംബർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ചാർജ് ചെയ്യാൻ പാടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ സോൾവെന്റ് ആണെങ്കിലും മാത്രല്ല, ഞാൻ ഈ മാസമാണ് ജോയിൻ ചെയ്തത്. ഈ മാസത്തെ എന്റെ ഫസ്റ്റ് പ്രസന്റേഷനും കൂടെ ആയതുകൊണ്ട് എനിക്ക് അറിയാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ടെക്നിക്കൽ ഹെഡിനെ വാക്ക് ഉപയോഗിച്ചത്. അപ്പോ പിന്നെ ഞങ്ങളെ പ്രസന്റേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇവർ സ്റ്റോക്ക് ഇറങ്ങിയിട്ടില്ല, നെക്സ്റ്റ് വീക്കാണ് അവര് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്തോട് കൂടി അവര് ചാലാവും. പിന്നെ എല്ലാ ഭാഗത്തും പിന്നെ നിങ്ങൾ സൈറ്റിൽ വന്ന് ടെക്നിക്കൽ പിന്നെ നിങ്ങളൊരു സൈറ്റ് ഞങ്ങൾക്ക് സജഷൻ തന്നാൽ ആ സൈറ്റിൽ എത്തി അവിടുന്ന് ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി നിങ്ങളുടെ ഭാഗത്തൊരു ഡീലർ വരും. എന്നാൽ പോലും ഒക്കെ സ്പെഷ്യൽ ഒരു സ്പേസ് ഉണ്ട്. കാരണം അത് നിങ്ങൾക്ക് നിങ്ങൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ആ സ്പെഷ്യൽ റേറ്റ് ഉണ്ട്. അതിന്റെ കമ്പനി അതിന് പാക്കേജസും കാര്യങ്ങളും ബെനിഫിറ്റ്സ് കിട്ടത്തക്ക രൂപത്തിൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അതിനുള്ള ഇത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കമ്പനി ട്രേഡിങ്ങിലേക്ക് പക്ക പ്യൂർലി ട്രേഡിങ്ങിലേക്ക് ഇപ്പോഴാണ് ഇറങ്ങുന്നത്. ഇതുവരെയുള്ളത് ട്രേഡിംഗ് ആണെങ്കിൽ പോലും ഹെവി പ്രൊജക്ട്സുകൾ മാത്രമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ടെക്നീഷ്യന്മാർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ ക്ലയൻസിന് ഇതിന്റെ ഗുണങ്ങളും പിന്നെ അതിനുള്ള ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് ഞങ്ങൾ അവിടെ എത്തി. നിങ്ങളൊരു ലീഡ് മാത്രം പാസ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ അവിടെയുള്ള ഷോപ്പുകളിലൂടെ ഒക്കെ ഞങ്ങൾ വരുന്നുണ്ട്. സ്റ്റോക്ക് ഇറക്കിയിട്ട് അവിടേക്ക് എത്തുള്ളൂ. എല്ലാവരും നല്ല വെൽക്കമിംഗ് ആണ്, പല ആളുകളും വെൽക്കമിംഗ് ആണ്. ഒന്നാമത്തെ വ്യക്തിയാണ് രണ്ടാമത്തെ അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്.
എന്റെ പാർട്ട്ണർക്ക് തന്നെ കൊടുക്കണമെങ്കിൽ എന്റെ കോൺഫിഡൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? ഞങ്ങൾക്ക് 2 സ്ഥാപനം ഉണ്ട്, കൺസൾട്ടൻസി ഫേം ഉണ്ട്. ഒന്ന് കോട്ടയ്ക്കലാണ് കൺസൾട്ടൻസി ഫേം ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി. കൊണ്ടോട്ടി സ്ഥാപനം ഉണ്ട്, പ്യൂർലി കോൺട്രാക്ടിംഗ് ഫേം ആണ്. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ A ക്ലാസ് കോൺട്രാക്ടേഴ്സിലെ ഒരു ഞങ്ങൾ ആണ് ഫസ്റ്റിലെ PWD, അതുപോലെ തന്നെ ഗവൺമെന്റ് ടെക്സ്റ്റൈലിലെ രണ്ടാമത്തെ പള്ളി ആളുകളുണ്ട്. പക്ഷെ PWD കൂടി ഉള്ളത് ഞങ്ങൾ മാത്രം. ഈ ഫീൽഡില് 15-20 വർഷം നിങ്ങളെ അറിയാൻ പറ്റില്ല. അപ്പൊ അവരെ കസ്റ്റമറെ മുമ്പിൽ നമ്മളിത് പഠിപ്പിക്കുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും. അതില്ലാതെ ഞങ്ങൾ കറക്റ്റ് ഒന്ന് ക്ലാസ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ സാഹചര്യം ആണെങ്കിൽ നമ്മൾ പണിക്കാരും കൂടി അവരെ ഇതിൽ ആഡ് ചെയ്തിട്ട് ഫസ്റ്റിലെ ട്രെയിനിങ് ഒരു പ്രൊജക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യും. അവിടെ ഈ നമ്മുടെ പൂളിനോട് ചേർന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ